നവസന്ധി കൗത്തുവം. സിന്ധു ഹാരപ്പൻ നാഗരികതയുടെ കാലത്തും നിലവിലുള്ള ദ്രാവിഡ നാഗവംശക്കാരായ പൗരാണിക ഭാരതീയരുടെ നാഗരിയും കലകളും അവരുടെ കവിത്വവും വാസ്തുശില്പകലകളോടും മൂർത്തി, വിഗ്രഹം, ഗ്രഹം ഇവയോടും ബ്രഹ്മാണ്ഡ ക്ഷേത്രത്തോടും അതിന്റെ ചലന കമ്പന നിയമങ്ങളോടും ബന്ധപ്പെട്ടതാണ്. ഇതിന്റെ ഒരു പ്രകാശനം കൂടിയാണ് പൂക്കാട്ടിയൂർ ലിഖിതം. കൗത്തുവം ഈശ്വര പ്രശംസ ചെയ്യുന്ന ഒരു ഭക്തി സംഗീത രൂപമാണ്. ഈശ്വരൻ, മൂർത്തികൾ, പ്രാദേശിക ദേവതകൾ ഇവകളെക്കുറിച്ചെല്ലാം ഇത്തരം സംഗീത രൂപവും അതിന്റെ സംഗീത ആവിഷ്കരണവും ദേവദാസികൾക്ക് ഉണ്ടായിരുന്നു. പഞ്ചമരബിൽ 16 വിധം നൃത്തങ്ങൾ അടങ്ങിയ ആഗമരാഗത്തിന്റെ ഒരു ഭാഗമാണ് ഇത്. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യം വരെ ഈ ക്ഷേത്ര സമ്പ്രദായം ക്ഷേത്രപൂജയുടെ ഒരു ഭാഗമായിരുന്നു. ചിലപ്പതികാരത്തിൽ മാധവി ഇതനുഷ്ഠിച്ചിരുന്നു. ആഗമാനുസാരം വാസ്തു നിർണയിച്ച് കൃത്യ അളവുകളോടും ശില്പവിധാനത്തോടും നിത്യനൈമിത്തിക നിദാനങ്ങളോടും നിർമ്മിച്ച ക്ഷേത്രങ്ങളിൽ വെച്ചാണ് അനുഷ്ഠാന കലകൾ നടത്തുന്നത്. സംസ്കൃതവും പ്രാദേശികവും തമിഴ്, തെലുങ്ക്, മലയാളം, കർണാടക ഏത് ഭാഷയും കലർന്ന പ്രത്യേക മണിപ്രവാള ഭാഷയിലാണ് രചന. അതുകൊണ്ട് തന്നെ ഈ എഴുതപ്പെട്ട ലിഖിതങ്ങളും മിശ്രലിപിയായ ഗ്രന്ഥലിപിയായി വളർന്നു വന്നു. ക്ഷേത്രത്തിലെ മൂലബിംബമാണ് മൂലവർ. ഉത്സവത്തിന് എഴുന്നള്ളിക്കുന്ന ബിംബം ഉത്സവബിംബം അഥവാ കൗതുക ബിംബം. അതുകൊണ്ടാണ് കൗത്തുവം എന്നുള്ള പേര് വന്നിട്ടുണ്ടാവുക. കൗതുകം ബിംബത്തിന് വേണ്ടിയിട്ട് പാടുന്നത് കൗത്തുവം, കൗതുക ബിംബത്തിന് മുമ്പിലാണ് കൗത്തുവം പ്രദർശിപ്പിക്കുന്നത്. പദാക്ഷര സംയുക്തവും ദേവതാവിഷയകവും നാനാർത്ഥങ്ങളെ വിചിത്രമായി സംയോജിപ്പിക്കുന്നതും ചൊൽക്കെട്ടുകളുള്ളതും ഒടുവിൽ കിട്ട അല്ലെങ്കിൽ കിട എന്നുള്ളത് അല്ലെങ്കിൽ തോം, കിട്ടാന്തം എന്നാണ് പറയുന്നത്. കിട്ടാം തോം എന്ന ഒന്നുകിൽ തരികിട്ട അല്ലെങ്കിൽ തരികിട്ട തോം എന്ന് അവസാനിക്കുന്നതും അങ്ങനെയാണ് കവിത്വത്തിന്റെ നിർവചനം. ഇംഗ്ലീഷിൽ പണ്ണ് എന്ന് വിളിക്കുന്ന ദ്വാശ്രയ കാവ്യരീതിയിൽ അനേക അർത്ഥങ്ങളോടുകൂടി ഉള്ളതാണ് കവിത്വം. അനേകാർത്ഥദ്യോതകം കവിത്വം. ഈ രീതിയാണ് കേരളത്തിലെ പൂക്കാട്ടിയൂരിലാണെങ്കിലും പന്നിയൂരിലാണെങ്കിലും ഒക്കെ കണ്ടിട്ടുള്ള ലിഖിതങ്ങളിൽ ഞാൻ കണ്ടത്. വളരെ വളരെ രസമായിട്ടുള്ള കവിത്വം തന്നെയാണത്. ഇനി വ്യത്യസ്തമായ കവിത്വങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ, ഒരു പ്രത്യേക ക്ഷേത്രത്തിലെ ഒരു പ്രത്യേക ദേവനെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ള കവിത്വം. തിരുപ്പതിയിലെ അല്ലെങ്കിൽ ഗുരുവായൂരിലെ അങ്ങനെ ഒരു പ്രത്യേക ദേവനെ മാത്രം, ഒരു ദേവന് മാത്രം. പക്ഷെ ആ ദേവൻ ഏത് ക്ഷേത്രത്തിലിരിക്കുന്ന ദേവനുമാകാം. അതുപോലെ ഫോർ എക്സാമ്പിൾ മഹാവിഷ്ണുവിനെ, ശിവനെ എന്നൊക്കെ പറയുമ്പോൾ ആ ശിവനും മഹാവിഷ്ണു ഏത് ക്ഷേത്രത്തിലിരിക്കുന്നതാവാം. അങ്ങനെയുള്ളത്. പിന്നെ പ്രകൃതിക്ക് വേണ്ടിയുള്ളത്, പക്ഷികള്, നേച്ചർ, അതിനൊക്കെ വേണ്ടിയുള്ള കവിത്വം. പിന്നെ നിത്യസുമംഗലി, രുദ്രഗണിക അഥവാ ദേവദാസിയെ കുറിച്ച് വരുന്ന കവിത്വം. ഇതാണ് പിൽക്കാലത്ത് ഈ വെൺമണി കവിത മാതിരിയുള്ള വിഡ്ഢിത്തരായിട്ടുള്ള സാധനങ്ങളായിട്ട് കേരളത്തില് ഒരു കാലത്ത് ഇത് തന്നെയായിരുന്നു ഈ സ്ത്രീകളെ കുറിച്ചുള്ള പാട്ടുകൾ. നവസന്ധി കവിത്വം. അഷ്ടദിക്പാലകർ, ക്ഷേത്രത്തിൽ കേന്ദ്രത്തിൽ ബ്രഹ്മസ്ഥാനത്തിരിക്കുന്ന ബ്രഹ്മം, ഇതിനൊക്കെ ഉള്ളത്. ഈ നവസന്ധി കവിത്വത്തിനൊരു പ്രത്യേകത ഉള്ളത് എന്താ വെച്ചാല്, ഓരോ ദിക്പാലനും കേന്ദ്രത്തിലിരിക്കുന്ന മൂർത്തിയെ ബ്രഹ്മമായിട്ട് കാണുന്നു. ആ ബ്രഹ്മത്തിനും ഒക്കെ രാഗങ്ങള്, മുദ്രകള് എല്ലാം ഇന്നതാവണമെന്ന് നിർണയമുണ്ട്. ഇന്നതേ ചെയ്യാവൂ എന്നുള്ള മാർഗിയാണത്. നവസന്ധി കവിത്വം മാർഗിയാണ്. മറ്റുള്ളവരൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രാഗത്ത് പാടാം, നിങ്ങൾക്ക് മനോധർമ്മം പ്രയോഗിക്കാം. പക്ഷേ നവസന്ധി കവിത്വത്തിലെ അഷ്ടദിക്പാലകർക്ക് ഇഷ്ടപ്പെട്ട രാഗങ്ങള്, മുദ്രകള്, താളങ്ങളൊക്കെ നിർണയിച്ചിട്ടുണ്ട്. അതിൽ തന്നെ പാടണം മാർഗിയായിട്ട്. അതുപോലെ കേന്ദ്രത്തിലിരിക്കുന്ന മൂർത്തി ഏത് മൂർത്തിയായാലും അതിനെ ബ്രഹ്മമായിട്ട് സങ്കല്പിച്ചിട്ടാണ്, ബ്രഹ്മമായിട്ട് വേണം മനസ്സിൽ വിചാരിക്കാൻ. ഇതാണ് നവസന്ധി കവിത്വത്തിന്റെ പ്രത്യേകത. പിന്നെ അതുകൂടാതെ പഞ്ചമൂർത്തി കവിത്വമുണ്ട്. വിനായകൻ, മുരുകൻ, ചണ്ഡികേശ്വരൻ, സംബന്ധര്, നടരാജൻ, അവർക്കൊക്കെ ഉള്ളത്. പിന്നെ പുതിയ കാലത്ത് തഞ്ചാവൂർ നാൽവർ, അതിന്റെ മുമ്പ് രാജാക്കന്മാരെയോ പ്രഭുക്കന്മാരെയോ സ്തുതിക്കുന്ന കവിത്വം ദേവദാസികൾ ചെയ്തിരുന്നില്ല. അവര് ദേവദാസ്തുതി മാത്രമേ ചെയ്തിരുന്നുള്ളൂ. ഇതാണ് ത്യാഗരാജരെ പറ്റി നമ്മൾ എടുത്തു പറയുന്ന ഒരു കാര്യം. മറ്റെല്ലാവരും രാജാക്കന്മാരെ സ്തുതിച്ചപ്പോ ത്യാഗരാജർ കൂട്ടാക്കിയില്ല. ത്യാഗരാജൻ യഥാർത്ഥത്തിലുള്ള ദേവദാസനാണ്. ദേവദാസ്തുതി അല്ലാതെ രാജാവിനെ ഞാൻ എന്റെ നാവുകൊണ്ട് സ്തുതിക്കില്ല എന്ന് പറഞ്ഞ ആളാണ് ത്യാഗരാജസ്വാമി. അത് ഈ തഞ്ചാവൂർ നാൽവരാണ് അത് കേടുവരുത്തിയിട്ട് രാജാക്കന്മാരെയോ പ്രഭുക്കന്മാരെയോ ഒക്കെ സ്തുതിക്കണ കവിത്വം ദേവദാസികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ തുടങ്ങിയത്. അതിന്റെ മുമ്പ് ദേവദാസികൾ അത് ചെയ്തിരുന്നില്ല. അത് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് അതിന്. ശബ്ദം
നടനാദി വാദ്യരഞ്ജനത്തോടുകൂടിയ കവിത്വം കൂടാതെ ഒരു ക്ഷേത്രപൂജയും ഒരു കാലത്തും ഇന്ത്യയിൽ നടന്നിരുന്നില്ല. അതിന്റെ തെളിവാണ് സിന്ധു നാഗരികതയുടെ കാലത്ത് മോഹൻജൊദാരോയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ആ നർത്തകീ ശില്പം. പ്രഥമ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു എവിഡൻസ് എന്ന് പറയാവുന്നത് ആ നർത്തകിയുടെ ശില്പമാണ്. ബ്രഹ്മോത്സവത്തിൽ നവസന്ധി കവിത്വത്തിന് പ്രത്യേക സ്ഥാനം ഉണ്ടായിരുന്നു. ആ ബിംബം അതുകൊണ്ട് വളരെ പ്രധാനം ഞാൻ പറയുന്നത് അന്നേ ഉണ്ട് ഈ കവിത്വം. കവിത്വം ഇല്ലാണ്ട് സംഗീതമില്ല, സംഗീതം ഇല്ലാണ്ട് നൃത്തമില്ല, നൃത്തമില്ലാതെ നാഗരികതയുമില്ല. ഇത് ഈ സംഗതി മനസ്സിലാക്കാവുന്ന ഒരേ ഒരു വിഗ്രഹമാണ് ആ പെൺകുട്ടിയുടെ ഒരു ചിത്രം, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രതിമ നമുക്ക് സിന്ധു നദീതട സംസ്കാരത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. പിന്നെ ക്ഷേത്രങ്ങളിലെ ബലിപീഠങ്ങളിൽ ബലിദാനം ചെയ്യുമ്പോൾ, ബലിഹരണം ചെയ്യുമ്പോൾ, ബലിതൂവൽ, ശ്രീഭൂതബലി, ശ്രീബലി അല്ലെങ്കിൽ ശ്രീവേലി എന്ന് പറയുന്ന സമയത്താണ് നവസന്ധി കവിത്വം ദേവദാസികൾ അനുഷ്ഠിക്കുക. അതൊരു ഭൂതബലിയുടെ ഭാഗമാണത്. അത് മാറ്റം വരുത്തുകയില്ല, ഒരിക്കലും മാറ്റം വരുത്തില്ല. നേച്ചറിനെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അത് നേച്ചറാണ്, അതിനെ മാറ്റം വരുത്തില്ല. തന്ത്രാഗമങ്ങളിലും ശൈവാഗമങ്ങളിലും ഇതിന്റെ തെളിവുകളുണ്ട്. തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രത്തിൽ 1946 വരെയും മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ 1955 വരെയും ഈ ശ്രീവേലി സമയത്ത് ദേവദാസിമാര് നവസന്ധി കവിത്വവും ചെയ്ത് നൃത്തം വെച്ചിരുന്നു. അതിന്റെ ശേഷം അത് നിർത്തലാക്കി. ഇതൊരു സ്ത്രീകളോടുള്ളത് ഏത് രീതിയിലാണ് അത് പാപമാണ് എന്ന് ഇവർ ചെയ്തെന്ന് അറിയില്ല. അതിനെ നിർത്തലാക്കി. ഉത്സവങ്ങൾക്ക് മുമ്പ് ഭൂതബലി, അഷ്ടദിക്പാല പൂജ, അവയോടൊപ്പം നവസന്ധി കവിത്വാനുഷ്ഠാനം എന്നിവ നിർബന്ധമായിരുന്നു. ശുഭമായ പരിസമാപ്തിക്കും വിഘ്നരഹിതമായ സർവകാമപ്രാപ്തിക്കും വേണ്ടിയാണ് നവസന്ധി കവിത്വം നിർവഹിക്കുന്നത്. ബ്രഹ്മോത്സവത്തിൽ ധ്വജാരോഹണ ശേഷം, അതായത് കൊടിയേറ്റിന് ശേഷം ഓരോ ദിവസവും ദേവനോ ദേവിയോ ആരാണ് അവിടുത്തെ വെച്ചാൽ അത് ഓരോരോ വാഹനത്തിലാണ് എഴുന്നള്ളുക. തിരുപ്പതിയിൽ കണ്ടിട്ടില്ലേ, ഓരോ ദിവസം ഓരോ വാഹനത്തിലാണ്. അതനുസരിച്ച് മല്ലാരിയുടെ താളം മാറ്റും. ബ്രഹ്മോത്സവത്തിന്റെ ആദ്യ ദിനം ദേവദാസി നവസന്ധി കവിത്വം ചെയ്യണം. ഇതിന്റെ പേര് ദിക്വന്ദന എന്നും കൂടിയാണ്. കാരണം ക്ഷേത്രത്തിലെ പ്രദക്ഷിണ വഴിയിലെ 8 ദിശാസ്ഥാനങ്ങളിലായിട്ട് നമ്മൾ ഈ 2 ചെറിയ കല്ലുകളാണ്. അത് പ്രദക്ഷിണ വേളയിലെ ഉത്സവമൂർത്തിയെ പ്രതിഷ്ഠിക്കാനുള്ള കല്ലുകളാണ്. അപ്പൊ ദേവനും ദേവിയുടെയും 2 ചെറിയ ഉത്സവമൂർത്തികളെ വെക്കാനാണ്. ഒന്ന് വലുതും ഒന്ന് ചെറുതുമായിട്ടായിരിക്കും ചിലപ്പോൾ മിക്കവാറും ഉണ്ടാക്കുക, അല്ലെങ്കിൽ 2 ഒരേ വലുപ്പത്തിലായിരിക്കാം. എന്തായാലും ആ സ്ഥാനം എപ്പോഴും കറക്റ്റ് ആയിരിക്കും. 8 ദിശയിലാണ് അത് ഉണ്ടാവുക. അതാത് സ്ഥാനത്ത് എത്തുമ്പോൾ അതാത് ഉത്സവമൂർത്തിയെ അവിടെ ഇരുത്തും. അപ്പൊ ഏത് ദിശ എന്നതനുസരിച്ച് ആ ദിക്പാലനുള്ള കവിത്വം അതിനെ അഭിമുഖീകരിച്ചുകൊണ്ട് ദേവദാസി ചെയ്യുന്നു. ആ ഉത്സവമൂർത്തിയെ അഭിമുഖീകരിച്ചുകൊണ്ട്. അത് 9 ചെറിയ നൃത്തരൂപമാണ്. ഓരോന്ന് 3 മിനിറ്റ് തൊട്ട് 5 മിനിറ്റ് നേരെ ഉണ്ടാവുള്ളൂ ഓരോ നൃത്തത്തിനും. പക്ഷെ 9 സ്ഥലത്ത് ചെയ്യണ്ടേ? 9 സ്ഥലത്ത് അതാത് സ്ഥലത്ത് ചെയ്യണം. ചൊൽക്കെട്ട്, സ്വരസാഹിത്യം, മുദ്ര, ഭാവാഭിനയം സഹിതം ഓരോന്നിലും സാഹിത്യം ആ പ്രത്യേക ലോകപാലകന്റെ ശക്തി, വാഹനം, ആയുധം, മുദ്ര എന്നിവയെ പരാമർശിക്കുന്നതാണ്. ഓരോരുത്തർക്കും പ്രിയങ്കരമായ രാഗങ്ങള്, താളങ്ങള്, ഹസ്തങ്ങള്, വാദ്യങ്ങള് എന്നിവയൊക്കെ നിശ്ചയിച്ചിട്ടുമുണ്ട്. അതാണ് അതിന്റെ പ്രാധാന്യം, അതാണ് അവിടെ നിർബന്ധം. അത് മാറ്റാൻ പറ്റില്ല. കിഴക്ക് ഭാഗത്ത് ഇന്ദ്രൻ, ആനയാണ്, ഐരാവതമാണ് വാഹനം, ആയുധം വജ്രം, ഗുർജരിയാണ് രാഗം, സമതാളം. അങ്ങനെ ഓരോന്നിനുണ്ട്. തെക്ക് കിഴക്ക് അഗ്നിക്ക് മേഷം, നാട്ടരാഗം, അങ്ങനെ തെക്ക് യമൻ മഹിഷം, ദണ്ഡം ധരിച്ച് ദേശാക്ഷി രാമക്രി എന്നുള്ള 2 തെക്ക് പടിഞ്ഞാറ് നിര്യതി. അതിന് ഈ തമിഴിൽ നിരുത്തി എന്നാ പറയാ. നിര്യതി എന്ന് നമ്മൾ പറയുന്നതിനെ നിരുത്തി എന്നാണ് അവർ പറയുക. അതിന്റെ അശ്വം വാഹനം, കുന്തളം, ഭൈരവ എന്നുള്ള 2 രാഗങ്ങൾ ഉപയോഗിക്കാം. പടിഞ്ഞാറ് വരുണൻ മകരത്തിൽ കയറിയിട്ട് വരാളിയും ചിമ്പാരുവാണ്. വടക്ക് പടിഞ്ഞാറ് വായു, പുള്ളിമാൻ വാഹനം, മുകുന്ദവ, ദേശക്രി എന്നുള്ള 2 രാഗ പറയണത്. വടക്ക് കുബേരൻ, കുബേരന്റെ വാഹനാണ് നരവാഹനം. മനുഷ്യവാഹനത്തിലാണ് പ്രേതങ്ങളുടെ ധനധനായിട്ടുള്ള കുബേരൻ. അതാ നേരത്തെ ഞാൻ നരവാഹനദത്തന്റെ കാര്യം പറഞ്ഞത്. ഇത് വടക്ക് കുബേരൻ നരവാഹനനായിട്ടിരിക്കുന്ന മനുഷ്യനെ മുകളിൽ സഞ്ചരിക്കുന്ന ആളാണ്. ഒരുതരം വേതാളം മാതിരി.
ഇതിന്റെ രാഗങ്ങളാണ് ആളവശ്രീയും ഗൗഡികയും. ഗൗളി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഗൗള എന്ന് പറയുന്ന, ഗൗഡിക എന്നാണ് പഴയ പേര്. വടക്ക് കിഴക്ക് ഈശാനൻ, അതിന് ഋഷഭവാഹനം, മലഹരിയും തുണ്ടീരവും രാഗം. കേന്ദ്രത്തിൽ ഏറ്റവും നടുവില് ബ്രഹ്മാവ്, അതിനെ താമര ഹംസമാണ്. ഇതിൽ രണ്ടിലേതെങ്കിലും, താമരയിൽ ഇരിക്കുന്നതായിട്ടോ ഹംസത്തിൽ ഇരിക്കുന്നതായിട്ടോ ആണ് ബ്രഹ്മാവിനെ ബ്രഹ്മാണീനി നമ്മൾ സങ്കല്പിക്കുള്ളൂ. ഏത് മൂർത്തിയായാലും കേന്ദ്രത്തിലിരിക്കുന്ന മൂർത്തിയെ ബ്രഹ്മരൂപത്തില് താമരയിലും ഹംസരൂപത്തിലുമാണ് ധ്യാനിക്കേണ്ടത്. ഇതിന്റെ രാഗമാണ് മധ്യമാവധി. ഇതിന്റെ താളം ബ്രഹ്മതാളമാണ്. ബ്രഹ്മസന്ധി കൗത്തുവം എപ്പോഴും മധ്യമാവധി രാഗം, ബ്രഹ്മതാളം, തിസ്ര ഏകതാളത്തിൽ ചതുരഹംസാസ്യ മുദ്രയോടെ സത് സത് പുടം വാദ്യത്തോടെ വേണം അവതരിപ്പിക്കാൻ. ഈ സത് സത് എന്നുള്ള വാക്ക് ഈ പൂക്കാട്ടിയൂർ ക്ഷേത്രത്തിലെ ലിഖിതത്തിന്റെ അവസാനം കണ്ടു എന്നുള്ളതാണ് എന്നെ ഇതിലേക്ക് വാസ്തവത്തിൽ നയിച്ചത്. എനിക്ക് പെട്ടെന്ന് ഇതായിരിക്കണം എന്ന് തോന്നാങ്ങനെ സത് സത് സദസത് എന്നുള്ള വാക്ക്, അത് സത് സത് പുടം വാദ്യം എന്നുള്ള ആ വാക്കും തമ്മിലുള്ള ആ ബന്ധം, കണക്ഷൻസ് ആണ് നമ്മുടെ തലയിൽ വരേണ്ടത്. അതാണെന്നുള്ള അതിലേക്കുള്ള തെളിവ് എനിക്ക് ആദ്യം കിട്ടിയത് അങ്ങനെയാണ്. പ്രധാന ക്ഷേത്രത്തിന്റെ പുറപ്രാസാദ പരിധി, പ്രാകാരങ്ങളുടെ പുറംപരിധി എന്നിവിടങ്ങളിലെല്ലാം അഷ്ടദിക്പാലകർക്കുള്ള പ്രത്യേക ബലിപീഠം ക്ഷേത്രവാസ്തുവിലുണ്ട്. അവ ദിവ്യമായിട്ട് കരുതുന്നു. അതിനെ കവച്ച് കടക്കുകയോ അല്ലെങ്കിൽ ചവിട്ടുകയോ ഒന്നും ചെയ്യരുത് എന്ന് പണ്ട് മുത്തശ്ശി പറഞ്ഞു തന്നത് ഇപ്പോഴും ഓർമ്മയിലുണ്ട്. കാരണം അവർ വളരെ ദിവ്യമായിട്ടുള്ള ബലിപീഠങ്ങളാണ്, അവരവിടെ ബലി തൂകാനുള്ള സ്ഥലങ്ങളാണ്, അതിനെ നിന്ദിക്കരുത് എന്ന്. പിന്നെ പഞ്ചമൂർത്തി കവിത്വത്തിലെ ഗണേശന് നാട്ടയും സുബ്രഹ്മണ്യന് ഗൗളയും സംബന്ധർക്ക്, അതായത് ഭക്തന്മാർക്ക്, ഭക്തനെയും ഈശ്വരനായിട്ട് കരുതുന്നുണ്ട്. ഈ ആരഭിരാഗവും ചണ്ഡികേശ്വരന് ശ്രീരാഗവും നടരാജന് വരാളിയുമാണ് പഞ്ചമൂർത്തി കവിത്വത്തിൽ ഉപയോഗിക്കുക. ഇതാണ് നമ്മളിപ്പോ ശ്രീ ത്യാഗരാജസ്വാമികളുടെ ഘനരാഗ പഞ്ചകം ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന 5 രാഗങ്ങൾ ഈ പഞ്ചമൂർത്തി കവിത്വത്തിലുള്ള 5 രാഗമാണ്. വാസ്തവത്തിൽ തിരുവാതിര നാളിലെ ശിവപാർവതി വിവാഹത്തിന്റെ വേളയിലാണ് ഈ പഞ്ചമൂർത്തി കവിത്വം അനുഷ്ഠിക്കുന്നത്. 5 രാഗങ്ങൾ പാടി നൃത്തം വയ്ക്കുന്നത്. പിന്നെ ഇതിനൊക്കെ ഒരു പ്രത്യേക മുദ്രകളുമുണ്ട്. ബ്രഹ്മമുദ്ര ഇടത്ത് കൈയിൽ, ചതുരമുദ്ര വലത്ത് കൈയിൽ, ഹംസാസ്യം. ഇന്ദ്രന് 2 കൈയും പരസ്പരം പിണച്ച് 2ലും ത്രിപതാക കാണിക്കണം. അഗ്നിക്ക് ഇടത്ത് കൈയില് ലാങ്കുല ആൻഡ് വലത്ത് കൈയില് ത്രിപതാക. യമന് ഇടത്ത് പാശം, വലത്ത് സൂചീഹസ്തം. നിര്യതിക്ക് ഇടത്ത് ഘട്വാംഗം, വലത്ത് ശകടം. വരുണന് ഇടത്ത് ശിഖരം, വലത്ത് പതാക. വായുവിന് ഇടത്ത് അർദ്ധപതാക, വലത്ത് അരാള. കുബേരന് ഇടത്ത് അലപത്മ, വലത്ത് മുഷ്ടി. ഈശാനന് ഇടത്ത് സിംഹമുഖം, വലത്ത് ത്രിപതാക. ഭരതാർണവത്തിൽ മാത്രം അത് ഇടത്ത് ഈശാനന് ഇടത്ത് മുഷ്ടിയും വലത്ത് ത്രിപതാകയും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കവുത്തം എന്ന 3 അക്ഷരം ചേർന്ന കവിത്വം. ക എന്ന് ബ്രഹ്മശക്തിയാണ്, ബ്രഹ്മാണിയാണ്. ഖ എന്നുള്ള വാക്ക് ബ്രഹ്മം എന്നാണ് അർത്ഥം. ഭാഷയിൽ ബ്രാഹ്മി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വിളിക്കുന്ന ആ പഴയ ഭാഷയിൽ കകാരം എഴുതുന്നത് ഒരു ക്രോസ് ഇട്ട മാതിരിയാണ്. ആ ക ബ്രഹ്മശക്തി ബ്രഹ്മാണിയാണ്. ചതുഷ്കം എന്നാണ് അതിനെ ഉച്ചരിക്കുക. ഉ എന്നത് ക ഉ എന്നുള്ള ഉമ പാർവതി. ക ഉ ഥ എന്നത് മംഗളം, മംഗളദേവത വൈഷ്ണവി. ഇവരുടെ 3 പേരുടെയും സമന്വയമാണ്. അപ്പൊ കൗത്തം അല്ലെങ്കിൽ കവിത്വം എന്ന് പറഞ്ഞാൽ അതിലെ ബ്രഹ്മാണി, ഉമ, മംഗളദേവത, മംഗളാദേവി, വൈഷ്ണവി ഇവരുടെ സമന്വയമായ ശ്രീവത്സ ചിഹ്നത്തിലെ 3 ദളമുള്ള സുവർണ പുഷ്പമാണ് ഈ ശ്രീവത്സം. ഇതിനിപ്പോ നമ്മൾ ട്രിഫോയിൽ സൈൻ എന്നാണ് ഹരപ്പൻ സിന്ധു സംസ്കാരത്തിൽ പറയുന്നത്. ഈ ട്രിഫോയിൽ സൈൻ കണ്ടാൽ ശ്രീവത്സ ചിഹ്നമാണ്. ഇത് മഹാവിഷ്ണുവിന്റെ നെഞ്ചത്തും കാണാം, ദിഗംബരന്മാരുടെ ജൈന വിഗ്രഹങ്ങളുടെ നെഞ്ഞത്തും കാണാം, ഋഷഭന്റെയും ചിഹ്നന്റെയും ഒക്കെ നെഞ്ഞത്തും കാണാം. ഇത് അപ്പൊ ശ്രീവത്സ ചിഹ്നം എന്ന് പറയുന്നത് ഇത് 3ഉം ചേർന്നതാണ്. കവിത്വം എന്നത് ബ്രാഹ്മിയിൽ എഴുതിയാൽ അങ്ങനെയാണ് വായിക്കാൻ സാധിക്കുക.